എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ലുലു ഗ്രൂപ്പ് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കമ്പനിയാണ്. വിവിധ വീഡിയോകളിലായിട്ട് നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി വീണ്ടും അത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 60,000-ഓളം പേർക്ക് ജോലി നൽകുന്ന ഈ ഒരു കമ്പനിയിലേക്ക് മലയാളിയായിട്ടുള്ള തൃശ്ശൂർകാരനായിട്ടുള്ള MA യൂസഫ് അലി സാഹിബിന്റെ ഈ ഒരു കമ്പനിയിലേക്ക് വീണ്ടും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ദുബായിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 8ഓളം ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്, 8ഓളം കാറ്റഗറി അല്ലെങ്കിൽ പോസ്റ്റുകൾ എന്നല്ല, 8ഓളം ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയിലേക്ക് CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപേക്ഷിക്കുന്നവർക്കെല്ലാം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന്. ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ദുബായിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, IT ഡിപ്പാർട്ട്മെന്റ്, ഓഡിറ്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ടന്റ്, ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സിവിൽ എഞ്ചിനീയർ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അതേപോലെ ലീസിംഗ് മാനേജർ എന്നീ കാറ്റഗറികളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. IT ഡിപ്പാർട്ട്മെന്റിലേക്കും ഓഡിറ്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട്. കൂടാതെ അക്കൗണ്ടന്റ് സെക്ഷനുകളിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട്. കൂടാതെ സിവിൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കും വേക്കൻസി അവൈലബിൾ ആണ്. ലീസിംഗ് മാനേജർ എന്ന പോസ്റ്റിലേക്കും വേക്കൻസികൾ അവൈലബിൾ ആണ്. ദുബായിലേക്കാണ് നിലവിൽ ഈ വേക്കൻസികൾ വന്നിട്ടുള്ളതെങ്കിൽ പോലും UAE മറ്റു ഭാഗങ്ങളിലേക്കും ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്, ജോലി ഒഴിവുകളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്റ്റീവ് നാഷണാലിറ്റികൾ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഒരു വേക്കൻസി അല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്റ്റീവ് നാഷണാലിറ്റികളെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഒരുപാട് വേക്കൻസികൾ ഈ അടുത്തായിട്ട് ലുലുവിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഇന്റർവ്യൂ അവർ നടത്തുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാടധികം വേക്കൻസികൾ UAE ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ നാട്ടിൽ ഇന്റർവ്യൂ നടത്തുന്നില്ല എന്നുള്ളതൊരു ചോദ്യമുണ്ട്. കൂടാതെ ഇതിലേക്ക് സാലറി കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇപ്പൊ നിലവിൽ കമ്പനി ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സാലറി കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ സമയത്തായിരിക്കും നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാം. നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്, ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള സാലറി ആയിരിക്കില്ല, ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. മറ്റു ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം, എക്സലന്റ് ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇമെയിൽ വഴിയല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അവിടെ അപേക്ഷിക്കുന്നതെന്ന് കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണോ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അതൊന്ന് ആഡ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID, അതേപോലെ തന്നെ നാഷണാലിറ്റി, ഏജ്, ജെൻഡർ, CV, പിന്നെ നിങ്ങളുടെ ഒരു കവർ ലെറ്റർ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിലവിൽ UAE ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ലെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് സിം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ കോൺടാക്ട് നമ്പർ വേണം നിങ്ങൾ ഇവിടെ ഇതിൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, എന്നാലും കാണിച്ചു തരാം. ഇവിടെ ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഈ നമ്പറിന്റെ അവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ കോൺടാക്ട് നമ്പർ നിങ്ങൾ കൊടുക്കുക. പണി തരുമെന്ന് സാധ്യതയുള്ള ഒരാളെ നമ്പർ കൊടുക്കരുത്. കാരണം ആ ഒരു നമ്പറിലേക്കായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇമെയിലിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ കൊടുക്കുന്ന നമ്പറിലേക്കായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുക.